Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കീം +1 ഫിസിക്സ് യൂണിറ്റ് 2 കൈനമാറ്റിക്സ് എന്നുള്ളൊരു യൂണിറ്റിലെ MCQ മാരത്തോണിലുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, which of the following best represent the displacement time graph for uniform motion? ഞാൻ സെക്കൻഡ് യൂണിറ്റിന്റെ ആ ഒരു ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു കമ്പൈൻഡ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഗ്രാഫുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് അല്ലേ. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഗ്രാഫുകൾ തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് ഏതാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിയണം. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ, ഒരു യൂണിഫോം മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കറക്റ്റ് ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അതായത് ഈ ഒരു ടൈമിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ലീനിയർലി വേരിയിങ് ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആഫ്റ്റർ വൺ മോഷൻ അല്ലെങ്കിൽ ദ ജേർണി ഓഫ് ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന്റെ ജേർണിയിലോ അല്ലെങ്കിൽ ഒരു മോഷനിലോ വരുന്ന ആ ഒരു ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും തമ്മിൽ വരുന്ന ഡിസ്റ്റൻസ് എന്താണോ അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അത് നമുക്ക് ആ ഒരു രണ്ട് പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് നിന്നും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു യൂണിഫോം മോഷനിൽ ഒബ്ജക്ട്സ് കവർ ചെയ്യുന്ന ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിനായിരിക്കും. ഓക്കെ, അപ്പൊ അതൊരു യൂണിഫോംലി മൂവിങ് വിത്ത് ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് യൂണിഫോംലി മൂവിങ് വിത്ത് ടൈം ആണ്. അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ഇത് ടൈം ആണ് വൈ ആക്സിസിൽ നമുക്ക് വരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അതായത് എക്സ് ആക്സിസിൽ നമുക്ക് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ലീനിയർലി ആണ്, അതായത് ഡിസ്പ്ലേസ്മെന്റും ടൈമും ലീനിയർലി വേരിയിങ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്ലോപ്പ് ഓഫ് ദ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഗീവ്സ്. ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്താണ് തരുന്നത്? അപ്പൊ നമുക്ക് ഇവിടെ ടേംസ് നോക്കൂ. ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് എന്തിലാ വരുന്നത്? സ്പീഡാണ് അല്ലെ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ബൈ ടൈമിന്റെ ഗ്രാഫില് സ്ലോപ്പ് നമുക്ക് എന്താണ് തരുന്നത്? ദ സ്പീഡ് ഓഫ് ദാറ്റ് ഒബ്ജക്ട്. ഓക്കെ, ആ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ആ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ ടൈം എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആക്സിസിലായിരിക്കും എടുക്കുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ ആക്സിസിലായിരിക്കും. ആസ് യൂഷ്വൽ നമുക്ക് എക്സിൽ ടൈമും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈയിലും ആയിരിക്കും. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ആ ഒരു സ്ലോപ്പ് നമുക്ക് തരുന്നത് എന്തായിരിക്കും? It is that symbolize the speed of the object. Okay, option C ആണ് right answer. The ratio of magnitude of displacement to distance for a moving object is always. ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡിസ്റ്റൻസിന്റെയും ആ ഒരു റേഷ്യോ, ഒരു മൂവിംഗ് ഒബ്ജക്റ്റിന്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ടു ഡിസ്റ്റൻസിന്റെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ടു ഡിസ്റ്റൻസിൽ വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും, അതല്ലെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും. ഒരിക്കലും നമുക്ക് ഗ്രേറ്റർ ദാൻ 1 വരില്ല. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമുക്ക് റൈറ്റ് ആൻസർ. A car initially at rest travels 20 meters in 4 seconds along a straight line with a constant acceleration. Find the acceleration of a car. നമ്മൾ ആ ഒരു ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ റിപ്പീറ്റ് ആയിട്ട് 2-3 സ്ലൈഡുകൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. നമുക്ക് ഈ യൂണിറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് അല്ലെ. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ, ടൈം കണ്ടുപിടിക്കാൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ആ ഒരു യൂണിറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഇക്വേഷൻസ് ഉണ്ട്, നമുക്കൊരു 3-4 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ തറവാക്കണം. തറവാക്കിയാലേ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇനിഷ്യലി ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് 20 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 4 സെക്കൻഡ്സ് ആണ് ടൈം തന്നിട്ടുണ്ട്. ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് 3 ഇക്വേഷൻസ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. v is equal to u plus at, v square is equal to u square plus 2ac and s is equal to ut plus half at square.
ഇതിൽ v എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, സോറി ഫൈനൽ വെലോസിറ്റി, v is the final velocity, u is the initial velocity, s എന്ന് പറഞ്ഞാൽ എന്താണ്, that is the distance covered by the അല്ലെങ്കിൽ distance traveled by that object, a എന്ന് പറയുന്നത് acceleration of the body ആണ്, t എന്ന് പറയുന്നത് ടൈം ആണ്. ഈ മൂന്ന് ഇക്വേഷൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കുക തന്നെ വേണം, അല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാനേ പറ്റില്ല. ഓക്കെ, ഷുവർ ആയിട്ട് നമുക്കൊരു 100% നമുക്ക് പറയാം ഈ ഒരു മൂന്ന് ഇക്വേഷൻസിൽ നിന്ന് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് തന്നിരിക്കുന്നത് ഇനിഷ്യൽ വെലോസിറ്റി u നമുക്ക് അറിയില്ല അല്ലെ, ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത് 20 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കറസ്പോണ്ട് ഡിസ്റ്റൻസ് എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്കുള്ളൂ, s is equal to ut plus half at square ആണ്. അപ്പൊ ഇതിൽ നമുക്ക് a കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ u is equal to 0 ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ടേം അങ്ങനെ 0 ആയിട്ട് പോകും. സോ ഹാഫ് ഇൻറ്റു a ഇൻറ്റു t എന്ന് പറയുന്നത് 4 ആണ്. സോ a ഇൻറ്റു 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 16/2 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ a is equal to 20/8, that is equal to 2.5 meter square ആണ് വരുന്നത്. ഓക്കെ, ഇക്വേഷൻ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇത് നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ സോൾവ് ചെയ്യാനായിട്ട്? ഇല്ല, കാരണം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റാസ് തന്നിട്ടുണ്ട്. പക്ഷെ ഏത് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, സോ 2.5 meter square ആണ് കാറിന്റെ വരുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ്. നോക്കൂ, എ ട്രക്ക് ഇനിഷ്യലി അറ്റ് റെസ്റ്റ് travels a distance 70 meter in 7 seconds and the motion continues in the same manner. If the body executes a uniformly accelerated motion, then the acceleration, അല്ലെ, സെയിം പ്രോബ്ലം ആണ്. നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് പ്രോബ്ലം സ്വയം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കൂ. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് പറ്റും. ഡിസ്റ്റൻസ് നമുക്കറിയാം, ടൈമും അറിയാം, ആക്സലറേഷനും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആൻസർ മാത്രമേ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓപ്ഷൻ ബി 3 meter per second square ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് സോൾവ് ചെയ്തിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എസ് എത്രയാണെന്ന് നമുക്കറിയാം, ടൈമും തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പേ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ ആണ്. ut plus half at square, ഈ ഒരു ടേം നമുക്ക് ഇല്ലാണ്ടായി പോകും. ഹാഫ് ഇൻറ്റു a എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം, t 7 ആണ്. അപ്പൊ 49/2 into a വരും അല്ലെ. അപ്പൊ 70 divided by 49 into 7. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 70 വരുമ്പോൾ 10 വരും. 10 into 2 20, 20/7 which is equal to 2.85 meter. അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുമ്പോൾ നമുക്ക് 3 meter per second square വരുന്നുണ്ട്. ഓക്കെ, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, എ ഫുട്ബോൾ ഈസ് മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് റോഡ്. ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ ഒരു ഫുട്ബോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദ മോഷൻ ഓഫ് ദ ഫുട്ബോൾ ഈസ്, ആ ഒരു ഫുട്ബോളിന്റെ മോഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കൂ, റൊട്ടേഷണൽ മൂവ്മെന്റ്സ്, റെക്ടിലീനിയർ മോഷൻ, പീരിയോഡിക്, ബോത്ത് 1 and 2. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഒരു റൊട്ടേഷണൽ മൂവ്മെന്റും വരുന്നുണ്ട്, ഒരു റെക്ടിലീനിയർ മോഷനും. ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെയാണ്, സോ നമുക്ക് റെക്ടിലീനിയർ വരുന്നുണ്ട്. പിന്നെ ഫുട്ബോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പിയർ പോലെയാണ്, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു റൊട്ടേഷണൽ മൂവ്മെന്റും വരുന്നുണ്ട് അല്ലെ. സോ ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ്. സോ ഡി ഇസ് ദ റൈറ്റ് ആൻസർ, ബോത്ത് 1 and 2. ഇപ്പൊ നോക്കാം, നമുക്ക് ടൈപ്സ് ഓഫ് മോഷനും ആൻഡ് ഡിസ്ക്രിപ്ഷനും എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ ലീനിയർ മോഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഒരു ട്രെയിൻ നമ്മൾ ആ ഒരു ട്രാക്കിൽ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പരേഡ് ഓഫ് സോൾജിയേഴ്സ്, ഇതൊക്കെ നമുക്കൊരു ലീനിയർ മോഷൻ ആണെന്ന് പറയാം. ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷനാണ്. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് ഒരു ആക്സിസിലൂടെ ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നോക്കാം, നമ്മുടെ ആ ഒരു സിത്താർ പ്ലേ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന സ്ട്രിങ്ങുകളുടെ മോഷൻ, ഒരു ടൈറ്റ് സ്ട്രിങ് നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ, അതൊക്കെയാണ് വൈബ്രേഷണൽ മോഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഒരു സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർക്കുലർ ട്രാക്ക് ആണ്. ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ്, സെന്ററിൽ നിന്നും ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസിൽ ഒരു സർക്കുലർ ഷേപ്പിൽ ഒരു ട്രാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് നോൺ ആസ് സർക്കുലർ മോഷൻ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ്, ഒരു ബോൾ നമ്മൾ ഒരു റോപ്പിന്റെ അറ്റത്ത് നമ്മൾ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, സെന്റർ നമ്മുടെ കയ്യിലായിരിക്കും നിൽക്കുന്നത് അല്ലെ. അതിൽ നിന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഒരു സർക്കിൾ ഷേപ്പ് അത് ഫോം ആക്കുകയും സെന്റർ ചേഞ്ച് ആകുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് നമുക്കൊരു സർക്കുലർ മോഷൻ ആണെന്ന് പറയാം. ഓക്കെ,
അടുത്തത് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത് ആ ഒരു ബോഡി റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന ഒരു ബോഡി റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയാം. ഇപ്പൊ നോക്കൂ, നമ്മൾ പമ്പരം കറക്കില്ലേ, സ്പിൻ ടോപ്പ്, പമ്പരം കറക്കുമ്പോൾ എങ്ങനെയാ വരുന്നത്? നമുക്ക് അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. ആ ഒരു ഫിക്സഡ് ആക്സിസിൽ ബേസ് ചെയ്തിട്ട് അത് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയാം. അടുത്തതാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? റിപ്പീറ്റ്സ്, അതായത് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ വീണ്ടും 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 റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഒരു സിമ്പിൾ പെൻഡുലം എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പീരിയോഡിക് മോഷൻ ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട്. സിമ്പിൾ പെൻഡുലത്തിന്റെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷൻ ആണ്. അതുപോലെ തന്നെ ഊഞ്ഞാലാടില്ലേ, നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ആ ഒരു തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷൻ ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ടൈപ്സ് ഓഫ് മോഷനും അത് എന്താണെന്നുള്ളതും അതിന്റെ ഒരു എക്സാമ്പിളും ആണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഇൻ വെലോസിറ്റി കറസ്പോണ്ടിങ് ടു ദ ടൈം ഇന്റർവൽ within which the change has accelerated. The change in velocity, ഒരു corresponding time interval ൽ ഒരു വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അവിടെ നമുക്ക് എങ്ങനെയാണ് വെച്ചാൽ ചേഞ്ച് ഹാസ് ആക്സിലറേറ്റഡ്, അതിനെ പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവറേജ് ആക്സിലറേഷൻ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ, ആവറേജ് ആക്സിലറേഷൻ. ഞാൻ ആ ഒരു ഓരോ ടേംസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവറേജ് ആക്സിലറേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ, യൂണിഫോം, നോൺ യൂണിഫോം, അങ്ങനെ ആക്സിലറേഷന്റെ കുറെ ടൈപ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? എ സ്കെയിലർ ക്വാണ്ടിറ്റി ഈസ് ദ വൺ ദാറ്റ് ഈസ് കൺസേർവ്ഡ് ഇൻ എ പ്രോസസ്. ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ഒരു പ്രോസസ്സിൽ കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. എ സ്കെയിലർ ക്വാണ്ടിറ്റി ഈസ് ദ വൺ ദാറ്റ് ക്യാൻ നെവർ ടേക്ക് നെഗറ്റീവ് വാല്യൂസ്. നെഗറ്റീവ് വാല്യൂസ് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല അല്ലെ. മേ ബി നെഗറ്റീവ് വാല്യൂസും വരാം. സോ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഓൾസോ എ റോങ് സ്റ്റേറ്റ്മെന്റ്. A scalar quantity has the same value for the observers with the different orientation of the axis. നമുക്ക് കറക്റ്റ് ആണ്. ഡിഫറെന്റ് ഓറിയന്റേഷൻ ഓഫ് ആക്സിസിൽ നമുക്ക് സ്കെയിലർ ക്വാണ്ടിറ്റിയിൽ നമുക്ക് സെയിം വാല്യൂസ് തന്നെ ആകാനും ചാൻസസ് ഉണ്ട്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് തന്നിരിക്കുന്നത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഹാസ് എ വെലോസിറ്റി v meter when it clear a distance of x meter. These two are connected by the relation v is equal to square root of 49 plus x. When its velocity is 1 meter per second, its acceleration is. ഞാൻ പറഞ്ഞ ആ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് തന്നെയാണ്. പക്ഷെ നമുക്കത് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് അല്ലെ. വെലോസിറ്റി v ആണെന്ന് തന്നിട്ടുണ്ട്, അതിന്റെ ഡിസ്റ്റൻസ് x ഉം തന്നിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു റിലേഷൻ v is equal to square root of 49 plus x ആണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി അറ്റ് 1 മീറ്റർ ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന്. അപ്പൊ v തന്നിട്ടുണ്ട് അല്ലെ, v is equal to, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ v square is equal to 49 plus x ആണ്. അപ്പൊ രണ്ട് സൈഡും ഞാൻ ടിയുടെ ബേസിസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ v square എന്ന് പറയുമ്പോൾ എന്ത് വരും? 2v into dv by dt which is equal to 49 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ dx by dt എന്ന് കിട്ടും. സോ അപ്പൊ 2v is equal to 2v dv by dt is equal to v എന്ന് എഴുതാം. കാരണം എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത് നമുക്ക് വെലോസിറ്റി ആണ് അല്ലെ. സോ dv by dt is equal to ഈ 2v എനിക്ക് ഇവിടേക്ക് വന്നത്, അതായത് v ക്യാൻസൽ ചെയ്താൽ ഹാഫ് കിട്ടുന്നുണ്ട് which is equal to 0.5 ആണ്. സോ ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താണ്? a is equal to റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം അല്ലേ നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. സോ dv by dt എന്ന് പറയുന്നത് 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സിമ്പിൾ അല്ലേ ഇത്? കാരണം നമുക്കിത് സ്ക്വയർ ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു റിലേഷൻ നമ്മൾ എത്തിക്കണം. അതായത് 2v dv by dt is equal to ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ, which of the following equation does not represent the kinematic equation of motion? കൈനമാറ്റിക് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് നമുക്ക് 3 ഇക്വേഷൻസ് ആണ് അല്ലെ. ഏതൊക്കെയാണ്? v is equal to u plus at, ആ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. s is equal to ut plus half at square, അതും വരുന്നുണ്ട്. s is equal to vt plus half at square, അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കില്ല. ut plus ആണ് ആ ഇക്വേഷൻ മറക്കരുത് കേട്ടോ. s is equal to നമുക്ക് രണ്ടും തന്നാൽ കൺഫ്യൂഷൻ ആകും. പക്ഷെ s is equal to ut plus half at square എന്നുള്ള ഇക്വേഷൻ നമ്മൾ മറക്കരുത്.
then v square minus u square is equal to 2as. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് നമുക്ക് ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് റോങ് ഇക്വേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ കാർ മൂവിംഗ് along a straight road with a speed of 144 km/h is brought to stop within the distance of 200 meter. How long does it take for the car to stop? അപ്പോൾ ഒരു കാറിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, ഒരു ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്ററിൽ നിർത്തണം. അങ്ങനെയാണെങ്കിൽ എത്ര ടൈം എടുത്തിരിക്കുന്നു ആ ഒരു കാർ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ടേക്സ് 10 seconds ആണ്. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കാം. യു ആണ് നമുക്ക് തന്നിരിക്കുന്നത് 144 km/h. അപ്പൊ അതിനെ ഞാൻ എന്ത് ചെയ്തു, മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്തു. അതായത് ജസ്റ്റ് km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ എന്തായുണ്ട്, മൾട്ടിപ്ലൈ ബൈ 5/8. നമ്മുടെ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 5/18. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ എനിക്ക് km/h ആക്കണമെങ്കിൽ 18/5. ഓക്കെ, ആ ഒരു റിലേഷൻ മറക്കരുത്. Then v, that is final velocity നമുക്ക് അറിയില്ല. s 200 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ v square minus u square is equal to 2as എന്നുള്ള ഇക്വേഷൻ കൊടുത്തു. v square എനിക്ക് 0 ആണ്, u square എന്ന് പറയുന്നത് minus 40 square is equal to 2 into a into s 200 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഒരു a ഇക്വേഷൻ കിട്ടിയില്ലേ, 40 square by 2 into 200 എന്ന് പറയുമ്പോൾ എനിക്ക് -4 meter per second square കിട്ടിയിട്ടുണ്ട്. Then ഈ ഒരു a യുടെ ഇക്വേഷൻ വെച്ച് നമുക്ക് t കണ്ടുപിടിക്കാലോ. v is equal to u plus at. ഇതിൽ v അറിയാം, u അറിയാം, a യും അറിയാം. അപ്പോൾ t കാൽക്കുലേറ്റ് ചെയ്തൂടെ. v 0 ആണ്, u എന്ന് പറയുന്നത് 40 ആണ്. Then -4 into t. t is equal to 40/4 which is equal to 10 seconds ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ v square minus u square is equal to 2as എന്നുള്ള ഇക്വേഷനിൽ നിന്നും a യുടെ വാല്യൂ ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. Then ആ ഒരു വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്, വെലോസിറ്റിയുടെ v is equal to u plus at എന്ന് വെച്ചിട്ട് ടൈം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്, ഈ ഒരു മൂന്ന് ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലംസ് നമുക്ക് 100% എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, a unit vector is represented as 0.8 I cap plus bj plus 0.4 k cap. Hence the value of b must be. അപ്പോൾ നമുക്കൊരു യൂണിറ്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ b യുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി 0.2 ആണ് നമുക്ക് വരുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 0.2 ആണ് വരുന്നത്. എങ്ങനെയാണ് ചെയ്യണത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കണം. അല്ലെ, യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. അല്ലെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ വാല്യൂസ് ഉള്ളത്, 0.8 ഒരു വാല്യൂ ഉണ്ട്, b ഉണ്ട്, 0.4 ഉണ്ട്. അപ്പോൾ നോക്കൂ, 0.8 ഹോൾ സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 0.4 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ 0.64, 8 എന്ന് പറഞ്ഞാൽ 64 ആണ് വരുന്നത്. അപ്പോൾ 0.64 പ്ലസ് b സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 16 ആണ്. അപ്പോൾ 0.16 വരും. അല്ലെ, അപ്പോൾ 0.64 പ്ലസ് 0.16 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരുന്നത്, 0.8 ആണ് വരുന്നത്. ഓക്കെ, പ്ലസ് b സ്ക്വയർ, അതായത് രണ്ട് സൈഡ് ഞാൻ സ്ക്വയർ റൂട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, 0.8 പ്ലസ് b സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 0.8 ആണ് വരുന്നത്. സോ b സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും, 1 മൈനസ് 0.8 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.2 വരും. സോ എനിക്ക് b ആണ് വേണ്ടത്. അല്ലെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 0.2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 1 വരണം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് നൾ വെക്ടർ. ഒരു നൾ വെക്ടറിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. a വെക്ടർ പ്ലസ് 0 ഇസ് ഈക്വൽ ടു a, ലാംഡ 0 ഇസ് ഈക്വൽ ടു 0 where ലാംഡ ഇസ് എ സ്കെയിലർ, ലാംഡ 0 ഇസ് ഈക്വൽ ടു a മൈനസ് a ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് നമുക്ക് അതിന്റെ ഒരു പ്രോപ്പർട്ടി അല്ലാതെ വന്നിരിക്കുന്നത്. എനിത്തിങ് ബൈ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 0 അല്ലേ വരുന്നത്, a വെക്ടർ ആയിട്ട് നമുക്ക് കിട്ടില്ല. സോ ഓപ്ഷൻ സി ഇസ് ദി റോങ് ആൻസർ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, if n cap is a unit vector, then the direction of vector a is equal to, n എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ a എന്ന വെക്ടറിന്റെ ഡയറക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് വരുന്നത്. n cap is equal to a vector divided by magnitude of a അല്ലെങ്കിൽ modulus of a ആണ് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. The component vector a that is equal to 2 I cap plus 3 j cap along the direction I minus j is equal to, ഓപ്ഷൻ ബി ആണ് വരുന്നത്, -1/√2 ആണ്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ a is equal to 2i plus 3j ആണ്, b is equal to i minus j എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. അല്ലെ, ഡയറക്ഷൻ b is equal to i minus j. അപ്പോൾ കോമ്പണന്റ് ഓഫ് a എന്ന് പറയുന്നത് along direction b നമുക്ക് equal to
a dot b by b cap modulus of b ആണ്. ഓക്കെ, അപ്പൊ a എന്താണ് 2i plus 3j into i minus j. modulus of b എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 അല്ലേ വരേണ്ടത് അല്ലെ, 1 സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. അപ്പൊ √2 വരും. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 into 1 അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് minus 1 by √2 ആണ് വരുന്നത്. ഓക്കെ, in case of a projectile motion, what is the angle between the velocity and acceleration of the highest point? highest പോയിന്റിൽ വരുന്ന ആംഗിൾ, അതായത് വെലോസിറ്റിയും ആക്സലറേഷനും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് വരുന്നത്? ഇറ്റ് ഈസ് 90 ഡിഗ്രി ആണ്. ഓക്കെ, at the highest point velocity is acting horizontally and acceleration is acting vertically downwards അല്ലേ. അപ്പോൾ horizontally എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഇങ്ങനെയും വരും, ആക്സലറേഷൻ എങ്ങനെയാണ് ഡൗൺവേർഡിലേക്കാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് 90 ഡിഗ്രി ആണ് അല്ലേ. സോ therefore at the highest point the angle between the velocity and acceleration is 90 degree. Okay, the speed of a projectile at its maximum height is √3 by 2 times at its initial speed if the range of the projectile p times and the maximum height attained by p equal to 4√3. Option C is the right answer. അപ്പോൾ ഒരു പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൈറ്റ് വരുന്ന സ്പീഡ് എന്ന് പറയുന്നത് √3 by 2 times ആണ്, അതിന് ഇനിഷ്യൽ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ. if the range of the projectile p times എന്ന് പറയുന്നത് is the maximum height attained ചെയ്തിട്ടുണ്ടെങ്കിൽ p എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. 4√3 വരും. ഓക്കെ, നോക്കൂ, let u be the initial velocity, initial speed and theta be the angle. So speed of the maximum height vh is equal to u cos theta, that is equal to square root √3 by 2u വരും, നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ cos theta is equal to √3 by 2 ആണ്. അപ്പോൾ theta is equal to cos inverse of √3 by 2, that is equal to 30 degree വരും. Then range r is equal to u square sin theta by 2g. g നമ്മൾ ഇതൊക്കെ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് h is equal to എന്ത് വരും? u square sin square theta by 2g ആണ്. ഓക്കെ, ആൻഡ് ഗിവൺ നമുക്ക് തന്നിരിക്കുന്നത് r is equal to ph എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ u square sin theta 2 theta by g is equal to p into u square sin theta by 2g ആണ്. അപ്പോൾ 2 sin theta that is equal to p by 2 sin square theta, അതല്ലെങ്കിൽ sin theta is equal to 4 by p. So p is equal to 4 by tan theta, that is equal to 4√3. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. A particle is projected with a velocity 39.2 meter per second at an angle of projection 30 degree from the horizon. The particle will move in a perpendicular direction with its direction of projection after a time interval of. ഇവിടെ നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെലിന് ശേഷം ആ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ടൈം ഇന്റർവെൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റിയും ആംഗിൾ ഓഫ് പ്രൊജക്ഷനും നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 8 സെക്കൻഡ്സ് ആണ് നമുക്ക് വരുന്ന ആ ഒരു ടൈം ഇന്റർവെൽ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ആ ഒരു ഫോർമുല ഫോർ ദ ടൈം ടേക്കൺ വെൻ വെലോസിറ്റി വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇനിഷ്യൽ വെലോസിറ്റി വെക്ടർ, അതിനുള്ള ഒരു ഇക്വേഷൻ ആണ് t is equal to u by g sin theta എന്ന് പറയുന്നത്. u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്, theta എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ ആംഗിൾ ആണ്, g is the acceleration due to gravity. നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി u എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് പ്രൊജക്ഷനും തന്നിട്ടുണ്ട്. ടൈം ഇന്റർവെൽ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. t is equal to u എന്ന് പറയുന്നത് അറിയാം, g എന്താണെന്ന് അറിയാം, sin theta എന്നറിയാം, which is equal to 8. സോ അപ്പോൾ ആ ഒരു ആഫ്റ്റർ 8 സെക്കൻഡ്സ് അല്ലെങ്കിൽ ആ ഒരു ടൈം ആഫ്റ്റർ 8 സെക്കൻഡ്സിൽ ആ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആ ഒരു പ്രൊജക്ഷൻ ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ 8 സെക്കൻഡ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ടു ടേക്ക് ദ ലോങ്സ്റ്റ് പോസിബിൾ ജംപ് ആൻ അത്ലറ്റ് ഷുഡ് മേക്ക് ആൻ ആംഗിൾ ഓഫ്. ഒരു മാക്സിമം നമുക്ക് ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് പോസിബിൾ ആകണമെങ്കിൽ അത്ലറ്റ് എന്ന് പറയുന്നത് ഏതൊരു പർട്ടിക്കുലർ ആംഗിളിൽ ജമ്പ് ചെയ്താലാണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. അറ്റ് 45 ഡിഗ്രി ഗ്രൗണ്ടുമായിട്ട് 45 ഡിഗ്രി ആ ഒരു ആംഗിളിലാണ് അത്ലറ്റ് ജമ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോങ്സ്റ്റ് പോസിബിൾ ജമ്പ് പറ്റും. ഓക്കെ, ലോങ്സ്റ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുള്ള റീസൺ എന്താണെന്ന് നോക്കാം. നമുക്ക് ആ 2-3 ഇക്വേഷൻസ് നമുക്ക് നോക്കാം. റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ എന്നുള്ള ഒരു ഇക്വേഷൻ u square sin 2 theta by g. ഓക്കെ, ഈ ഇക്വേഷൻസും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആ ഒരു പ്രൊജക്ടൈൽ മോഷനിൽ വരുന്ന ഇക്വേഷൻസ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഇന്നൊരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എല്ലാ ഇതിനും നമുക്ക് ഇക്വേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് എന്താണ്? u square sin 2 theta by g. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin theta by g. മാക്സിമം ഹൈറ്റ് u square sin square by 2g ആണ്. u എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൊജക്റ്റഡ് സ്പീഡ്.
തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ at which the object is thrown from the ground. ഗ്രൗണ്ടിൽ നിന്നും ആ ഒരു ഒബ്ജക്റ്റ് ത്രോൺ ചെയ്തിരിക്കുന്ന ഒരു ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് 45 ഡിഗ്രി എന്ന് പറയാൻ കാരണം? നമുക്കറിയാം ആ ഒരു റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ മോഷന്റെ ഇക്വേഷൻ എന്താണ്? r is equal to u square sin 2θ/g ആണ്. അപ്പൊ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മാക്സിമം കിട്ടണമെങ്കിൽ നമുക്ക് ഈ sin 2θ എന്ന് പറയുന്നത് 1 ആയിരിക്കണം അല്ലെ. sin 2θ is equal to sin 90. അപ്പൊ 2θ is equal to 90 ആണെങ്കിൽ θ is equal to 45 ഡിഗ്രി. അപ്പൊ തീറ്റ 45 ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് 45 ഡിഗ്രിയിൽ നമ്മൾ ആ ജമ്പ് ചെയ്താലാണ് നമുക്ക് ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എ പേഴ്സൺ സ്റ്റാൻഡിംഗ് ഓൺ എ ടവർ ഓഫ് ഹൈറ്റ് 60 മീറ്റർ throws an object upward with the velocity of 40 meter/second at an angle 30 degree to the horizontal. അപ്പോൾ ഒരു ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ, ഒരു സ്റ്റാൻഡിംഗ് ഓൺ എ ടവർ ഓഫ് ഹൈറ്റ് നമുക്ക് 60 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി അപ്വേർഡ് വെലോസിറ്റി 40 മീറ്റർ/സെക്കൻഡും ആംഗിൾ 30 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ആ ഒരു മാക്സിമം ഹൈറ്റും അത് താഴെ വന്ന് വീഴുന്നതിനും എടുത്തിരിക്കുന്ന ടോട്ടൽ ടൈം എത്രയാണെന്നാണ്. ജി നമുക്ക് 10 മീറ്റർ/സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ ജി നമുക്ക് 10 തന്നിട്ടുണ്ടാകും, തരാത്ത കേസസിൽ നമ്മൾ 9.8 ആണ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ചില മാക്സിമം ക്വസ്റ്റ്യൻസിൽ അവർ 10 എന്നുള്ളത് തന്നിട്ടുണ്ടാവും, 10 മീറ്റർ/സെക്കൻഡ് തന്നിട്ടുണ്ടാവും. ഇഫ് സപ്പോസ് അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 9.8 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ആൻസർ 6 സെക്കൻഡ്സ് ആണ് വരുന്നത്. ഓക്കെ, ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 6 സെക്കൻഡ് ആണ്. നമുക്ക് നോക്കാം സൊല്യൂഷൻ എങ്ങനെയായിരിക്കുന്നത്. അപ്പൊ ഹൈറ്റ് തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട്, ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി യു തന്നിട്ടുണ്ട്, ആംഗിൾ തീറ്റ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് യു എക്സ് ഈക്വൽ ടു എന്താ എഴുതാം? 40 × cos 30 ആണ്, ദാറ്റ് ഈസ് 20√3 മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ യു വൈ എന്ന് പറയുമ്പോൾ എന്താണ്? 40 × sin 30, അതായത് cos 30 ആണെങ്കിൽ അത് യു എക്സും യു വൈ ആണെങ്കിൽ നമ്മൾ sin 30 എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്, നമുക്ക് രണ്ടിന്റെയും കൂടി ചേർന്നിട്ടുള്ള ടോട്ടൽ ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ മാക്സിമം ഹൈറ്റ് എടുക്കുന്നതിനുള്ള ടൈമിനുള്ള ഇക്വേഷൻ എന്താണ്? T1 is equal to uy/g. uy എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ/സെക്കൻഡ് ആണ്. g എന്ന് പറയുന്നത് 10, that is equal to 2 seconds കിട്ടിയിട്ടുണ്ട്. ഇനി ഹൈറ്റ് എബവ് ദ ടവർ എത്രയാണെന്ന് കാണിക്കണം അല്ലെ. നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ h2 is equal to u²y/2g ആണ്. അപ്പൊ u²y എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ 400/20 which is equal to again 20 മീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ മാക്സിമം ഹൈറ്റ് നമുക്ക് എത്രയാണ് വരുന്നത്? ടവറിന്റെ ഹൈറ്റ് 60, പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് ആ ഒരു ഹൈറ്റ് എത്രയാണ് വരുന്നത്? 20 മീറ്റർ. സോ ടോട്ടലി എനിക്ക് 80 മീറ്റർ ആണ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാക്സിമം ഹൈറ്റ് ടൈം ടേക്കൺ ടു ഫ്രീ ഫോൾ ഫ്രം, ആ ഒരു മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന ടൈമും കൂടി നമുക്ക് കണ്ടുപിടിക്കണം, എന്നാലാണ് ടോട്ടൽ ടൈം വരുള്ളൂ അല്ലെ. സോ T2 is equal to √2h max/g ആണ്. അപ്പൊ 2 × 80/10, that is 160/10 എന്ന് പറയുന്നത് 80 ആണ് വരുന്നത് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അതായത് √16 കിട്ടും, നമുക്ക് 4 സെക്കൻഡ്സ്. അപ്പൊ ടോട്ടൽ ടൈം എത്രയാണ്? ഇവിടെ ഒരു 4 സെക്കൻഡ്സ്, ഇവിടെ ഒരു 2 സെക്കൻഡ്സ്. അപ്പൊ ടോട്ടൽ T1 + T2 എന്ന് പറയുന്നത് എത്രയാണ്? 6 സെക്കൻഡ്സ് ആണ് എനിക്ക് കിട്ടുന്നത് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ടു ബോഡീസ് A and B are projected upwards such that the velocity of A is doubled and the velocity of B. ഓക്കെ, അതായത് വെലോസിറ്റി ബിയുടെ വെലോസിറ്റിനേക്കാൾ ഡബിൾ ആണ് എയുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. രണ്ട് ബോഡീസ് നമ്മൾ അപ്വേർഡിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവരുടെ ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 4:1 ആണ് നമുക്ക് ആ രണ്ട് ബോഡികൾ തമ്മിലുള്ള ഹൈറ്റുകളുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊജക്ടൈൽ മോഷൻ നമുക്ക് എത്രത്തോളം ആ ഒരു മാക്സിമം പോയിന്റ് എത്താൻ പറ്റും, അതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വി എ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ ബോഡിയുടെ വെലോസിറ്റിയും വി ബി എന്ന് പറയുന്നത് ബോഡി ബിയുടെ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം? വി ബി എന്ന് പറയുന്നത് യുവും വി എന്ന് പറയുന്നത് 2u. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ബിനേക്കാൾ ഡബിൾ ആണ് വെലോസിറ്റി ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? h is equal to u²/2g ആണ്. അതായത് h എന്ന് പറയുന്നത് which is directly proportional to u² എന്നല്ലേ അല്ലെ, അതായത് ആ വെലോസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ HA/HB നമുക്ക് അവരുടെ ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? UA²/UB² എന്ന് കൊടുക്കാം. യു എന്താണ്? 2u ആണ് അല്ലെ. അപ്പൊ 2u അല്ലെങ്കിൽ വി എന്നാണ് നമുക്ക് 2u/u, that is equal to 4u²/u². അപ്പൊ യു ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് 4:1. സോ അപ്പൊ അവരുടെ തമ്മിലുള്ള ഹൈറ്റുകളുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 4:1 ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂ ടു an acceleration of 4 meter/second², the velocity of a body increases from 10 meter/second to 30 meter/second in a certain period.
ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഇൻ ദാറ്റ് പീരീഡ്. ഇപ്പോൾ ഒരു ആക്സിലറേഷൻ നമുക്ക് തന്നിരിക്കുന്നത് 4 m/s² ആണ്. ആ ഒരു ബോഡിയുടെ വെലോസിറ്റി എത്രത്തോളം ഇൻക്രീസ് ആവുന്നുണ്ട്? 10 ൽ നിന്നും 30ലേക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ 100 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ വി നമുക്കറിയാം തന്നിട്ടുണ്ട്, യുവും തന്നിട്ടുണ്ട്, എയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ പോലെ v square is equal to u square plus 2as എന്ന് എടുത്തൂടെ അല്ലേ? അതായത് ഡിസ്പ്ലേസ്മെന്റ് വന്ന് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം നമുക്ക്. അപ്പൊ 2as is equal to v square minus u square. അപ്പൊ 2 into a into s is equal to v square എന്ന് പറയുന്നത് 900 ആണ്, കാരണം 30 ആണ്, മൈനസ് 10 ആണത്, അപ്പൊ 100, 800 വരുന്നുണ്ട്. അപ്പൊ s is equal to എത്ര വരുന്നത്? 800/8 is equal to 100 meter ആണ് കിട്ടുന്നത്. ഓക്കെ, which force is required to keep a particle in uniform circular motion? ഒരു പാർട്ടിക്കിളിനെ ആ ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഫോഴ്സ് ആണ് ആവശ്യം? ഓക്കെ, അപ്പൊ ഏത് ഫോഴ്സ് ആണ് നമുക്ക് ഒരു സർക്കുലർ മോഷൻ തരുന്ന ആ ഒരു ഫോഴ്സ് ഏതാന്നുള്ളത് നമുക്കറിയാം. ഇറ്റ് ഈസ് സെൻട്രിപീറ്റൽ ഫോഴ്സ് അല്ലെ? ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ് നമുക്ക് ഈ ഒരു ബോഡി ഇങ്ങനെ സർക്കുലർ മോഷനിൽ റൗണ്ട് ചെയ്യണമെങ്കിൽ, സർക്കിൾ അല്ല, ഒരു സർക്കുലർ മോഷനിൽ ഒരു സർക്കുലർ മോഷനിൽ ആ ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്? ആ സെന്ററിൽ നിന്ന് ആ ബോഡിക്ക് ഒരു ഫോഴ്സ് വരുന്നുണ്ടാവും അല്ലെ? അതാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. അപ്പൊ ആ ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിലാണ് ആ ഒരു ബോഡി നമുക്ക് യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, an object completes 120 revolutions in 30 seconds along a circular path. Ratio of its frequency of its period. ഓക്കെ, അപ്പൊ നമുക്ക് റെവല്യൂഷൻസ് തന്നിട്ടുണ്ട് 120, ടൈം 30 സെക്കൻഡ്സ് ആണ്, ഒരു സർക്കുലർ പാത്ത് ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ഫ്രീക്വൻസിയുടെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. 16:1 ആണ് നമുക്ക് അതിൽ റൈറ്റ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്ഷൻ സി ആണ്, 16:1 ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ യൂണിറ്റ് ഓഫ് ടൈം ആണ് അല്ലെ? ഇപ്പൊ നമ്പർ ഓഫ്, അതായത് എഫ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഇക്വേഷൻ, എഫ് ഇസ് ഈക്വൽ ടു 1/ടൈം ആണ്. ടൈമിന്റെ ഇതാണ് അല്ലെ? 1/ടൈം ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണ്. അപ്പൊ അല്ലെങ്കിൽ ടൈം പീരീഡ് എന്താ എഴുതാം? 1/f എഴുതാം നമുക്ക്. ഓക്കെ, സോ ടൈം ഇസ് ഈക്വൽ ടു 30 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഓസിലേഷൻസ് 120 തന്നിട്ടുണ്ട്. അപ്പൊ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം, ദാറ്റ് ഈസ് 120/30 ഇസ് ഈക്വൽ ടു 4 ഹെർട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ടൈം പീരീഡ് എന്താണ്? ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്. അപ്പൊ ടൈം ടേക്കൺ എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്, ഡിവൈഡഡ് ബൈ 120, സോ 0.25. അപ്പൊ ആ ഒരു ഫ്രീക്വൻസിയും ടൈം പീരീഡ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 4:1/4 അല്ലെ? അപ്പൊ 16:1 ആണ് നമുക്ക് അവർ തമ്മിലുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത്, ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫോർ ആൻ ഒബ്ജക്ട് അണ്ടർ യൂണിഫോം സർക്കുലർ മോഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ഏതൊക്കെയാണ്? കൈനറ്റിക് എനർജി, സ്പീഡ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ, ഓൾ ഓഫ് ദി അബോവ്. ഓൾ ഓഫ് ദി അബോവ് ആണ്, എല്ലാം തന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ കൈനറ്റിക് എനർജി, സ്പീഡ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ, ഇതെല്ലാം തന്നെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ, ഒരു ഒബ്ജക്റ്റ് നമുക്ക് കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ആ ഒരു വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും, പക്ഷെ അതെന്ന് പറയുന്നത് ഓരോ പോയിന്റിലും അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാം, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആ ഒരു വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആണ്, ദാറ്റ് ഈസ് k is equal to half mv² ആണ് അല്ലെ? v എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റുമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഒരു സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ്, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ, കൈനറ്റിക് എനർജി, ഇതൊക്കെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഈ ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് നമ്പർ 2 കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് MCQ മാരത്തോൺ എന്നുള്ള ഇതിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.